നമസ്കാരം. സ്നേഹമുള്ളവരെ, സെൻറ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് സെൻറ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുക. 1975 മൗണ്ട് കാൽവരി സന്യാസ സമൂഹം തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തൃശ്ശൂർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ആനുകാലികമായ അന്നത്തെ ഒരു ആവശ്യം. ഇന്ന് തൃശ്ശൂർ രൂപതയ്ക്കോ തൃശ്ശൂർ ജില്ലയിലോ ബുദ്ധിമാനം സംഭവിച്ചിട്ടുള്ള ശാരീരിക മാനസിക വൈകല്യമുള്ള മക്കളെ നോക്കാനായിട്ട് ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത് ഇരു കൈകളും നീട്ടി നിറഞ്ഞ മനസ്സോടെ ഞങ്ങളത് സ്വീകരിച്ചു. അനാഥമന്ദിരമായ പുല്ലഴിയിലെ സെൻറ് ജോസഫ് ഹോമിൽ നിന്ന് 6 മക്കളെയാണ് ഞങ്ങൾക്ക് നൽകിയത്. ആ 6 മക്കളിൽ നിന്നാണ് തുടക്കം. ഇന്ന് 200 മക്കളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥാപനം തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് ചേറൂരിൽ സെൻറ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ എന്ന പേരിൽ തല ഉയർത്തി നിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. എല്ലാവിധ തെറാപ്പികളും ഉള്ള ഈ സ്ഥാപനത്തിൽ ഒത്തിരി മക്കൾ പഠിച്ചു പോവുകയും അതോടൊപ്പം തന്നെ ഒത്തിരി മക്കൾക്ക് വളരെയധികം മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റും ഒട്ടും നടക്കാത്ത ഒത്തിരി മക്കൾ നടക്കുകയും ഫിസിയോതെറാപ്പിയുടെ ഫലമായി നടക്കുകയും സംസാരിക്കാത്ത മക്കൾക്ക് സംസാര ശേഷി വർദ്ധിക്കുകയും ചെയ്തത് ഞങ്ങളുടെ വലിയൊരു നേട്ടം തന്നെയാണ്. ഒത്തിരി മക്കൾ ഇന്ന് ഇവിടെ പഠിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുകയും മറ്റു സ്ഥാപനങ്ങളിൽ ഷെൽട്ടേഡ് എംപ്ലോയ്മെൻറ്റ് പോലെ കുട്ടികൾ സ്വയം തൊഴിൽ കണ്ടെത്തി ജോലിക്ക് പോകുന്നവരുമുണ്ട്. 45 സ്റ്റാഫും 200 മക്കളുമായി ഇന്ന് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 80ഓളം കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മറ്റു കുട്ടികൾ വന്നു പോകുന്നുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി സ്വയം അവരുടേതായ അനുദിന ആവശ്യങ്ങൾ അതായത് ബാത്തിങ്, ഡ്രസ്സിങ്, അതുപോലെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാനോ ചെയ്തു കൊടുക്കാനോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അഥവാ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് ഏതൊരു സ്പെഷ്യൽ സ്കൂളെ സംബന്ധിച്ചും ഈ മക്കൾക്ക് വേണ്ടി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക്, തെറാപ്പിസ്റ്റുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഒരു വേതനം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തി ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് വഴി മറ്റു ഒരു എക്സിബിഷൻ നടത്താൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള ആ ഒരു സാമ്പത്തികമായ ഭദ്രതയെങ്കിലും ഈ കുട്ടികൾക്ക് ലഭിക്കുമല്ലോ എന്നുള്ളത് മാത്രമാണ്. ഇതിലുപരി ഇവർക്ക് സ്വന്തമായി ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റു സൂപ്പർ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി ഇങ്ങനെയുള്ള എക്സിബിഷനുകളും സെയിലുകളും നടത്തി ഇവരെ പ്രാപ്തരാക്കുക, മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാനും പാക്കിങ്ങും മറ്റു കാര്യങ്ങളും ഇവരെ പഠിപ്പിക്കുക, സ്വയം തൊഴിൽ ചെയ്ത് ഏൺ ചെയ്ത് മറ്റു സാധാരണ വ്യക്തികളെ പോലെ സമൂഹത്തെ മുഖ്യധാരയിൽ ഇവരും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ എനിക്കും സാധിക്കും എന്നുള്ള ആ ഒരു ആത്മധൈര്യം, ഉറച്ച ബോധ്യം ഇവരുടെ മനസ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ ആരൊക്കെ കണ്ടാലും ഇതുപോലുള്ള എല്ലാ സ്പെഷ്യൽ സ്കൂളുകളെയും സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തെങ്കിലും പല രീതിയിൽ ഇവരെ സഹായിക്കാം. ഭക്ഷണം കൊടുത്തോ, പ്രാർത്ഥന കൊണ്ടോ, മറ്റു പല രീതിയിൽ സഹായം നൽകിയോ, ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് സ്പോൺസർ ചെയ്തോ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചും